എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമാവലി പഠനം 89-ാം ദിവസം. ഇന്ന് 881 മുതൽ 890 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമാം. ഓം യജ്ഞപ്രിയായേ നമാം. ഓം യജ്ഞകർത്തൃയേ നമാം. ഓം യജമാനസ്വരൂപിണ്യേ നമഃ. ഓം ധർമാധാരായേ നമാം. ഓം ധനാധ്യക്ഷായേ നമഃ. ഓം ധനധാന്യവിവർദ്ധിന്യേ നമാം. ഓം വിപ്രപ്രിയായേ നമാം. ഓം വിപ്രരൂപായേ നമാം. ഓം വിശ്വഭ്രമണകാരിണ്യേ നമാം. ഓം വിശ്വഗ്രാസായേ നമാം. ഒന്നുകൂടെ പറയാം. ഓം യജ്ഞപ്രിയായേ നമാം. ഓം യജ്ഞകർത്തൃയേ നമാം. ഓം യജമാനസ്വരൂപിണ്യേ നമാം. ഓം ധർമാധാരായേ നമാം. ഓം ധനാധ്യക്ഷായേ നമാം. ഓം ധനധാന്യവിവർദ്ധിന്യേ നമാം. ഓം വിപ്രപ്രിയായേ നമാം. ഓം വിപ്രരൂപായേ നമാം. ഓം വിശ്വഭ്രമണകാരിണ്യേ നമാം. ഓം വിശ്വഗ്രാസായേ നമാം. ഇതിൻ്റെ സാമാന്യ അർത്ഥം കൂടെ നോക്കാം. ഓം യജ്ഞപ്രിയായേ നമഃ. യജ്ഞപ്രിയ, യാഗാദി കർമ്മങ്ങൾ കൊണ്ട് ദേവിയെ ഉപാസിക്കുന്നവരോട് ഇഷ്ടമുള്ളവർ. അപ്പോൾ യാഗാദി കർമ്മങ്ങൾ കൊണ്ട് ദേവിയെ ഉപാസിക്കുന്ന ആ ഭക്തരെ ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓം യജ്ഞകർത്തൃയേ നമഃ. യാഗാദി കർമ്മങ്ങൾ ചെയ്യിക്കുന്നതും ദേവി തന്നെയാണ്. യജമാനസ്വരൂപിണ്യേ നമഃ. യാഗം ചെയ്യുമ്പോൾ യജമാന സ്വരൂപത്തിൽ ഇരിക്കുന്നവളും ദേവി തന്നെ. യാഗവും യജ്ഞമൊക്കെ ചെയ്യുന്നത് ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. അവിടെ യജമാന സ്വരൂപത്തിലിരിക്കുന്നതും ദേവി തന്നെയാണ്. ഓം ധർമാധാരായേ നമഃ. ധർമാധാര, ധർമ്മത്തിന് ആധാരഭൂതയായവൾ. അതുകൊണ്ട് ധർമ്മത്തിനെതിരെ നിൽക്കുന്നവരെ ദേവി, ധർമ്മത്തിനെതിരെ ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ ദേവി അതിലൊക്കെ ഇടപെടും. എന്നുവെച്ചാൽ ദേവിക്ക് പ്രിയമല്ല, അധർമ്മം ചെയ്യുന്നത് ദേവിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതാണ് ധർമാധാരായേ നമഃ. ധർമ്മത്തിന് ആധാരഭൂതയായവൾ. ഓം ധന അധ്യക്ഷായേ നമഃ. എല്ലാ ധനസമ്പത്തുക്കൾക്കും മേൽനോട്ടം വഹിക്കുന്നവൾ. ഈ വിശ്വത്തിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ധനസമ്പത്തുക്കൾക്കും മേൽനോട്ടം വഹിക്കുന്നത് ദേവിയാണ്. വേണ്ടവർക്ക് വേണ്ട രീതിയിലൊക്കെ എല്ലാം എത്തുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കുന്നവളാണ് ദേവി. ഓം ധനധാന്യ വിവർദ്ധിന്യേ നമഃ. ധനധാന്യ വിവർദ്ധിനിയാണ് ദേവി. അർഹതപ്പെട്ടവർക്ക് ധനധാന്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം ദേവിയോട് അടുക്കുന്നവർക്ക്, ദേവീ ഭക്തന്മാർക്ക്, അതാണ് അർഹതപ്പെട്ടവർ എന്ന് പറയുന്നത്. ദേവിയോട് അടുക്കും തോറും ആ ഭക്തന്മാർക്ക് ദേവി ധനധാന്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓം വിപ്രപ്രിയായേ നമഃ. വിപ്രൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണർ. അത് ജാതിയുടെ പേരിലല്ല, ജ്ഞാനത്തിൻ്റെ പേരിലാണ്. ഓം വിപ്രപ്രിയായേ നമഃ. വിപ്രപ്രിയ, വിപ്രന്മാരോട് പ്രിയമുള്ളവൾ. വിപ്രന്മാരെന്ന് വെച്ചാൽ ജ്ഞാനമുള്ളവർ. അങ്ങനെ ആത്മജ്ഞാനികൾക്ക് പ്രിയമുള്ളവളാണ് ദേവി. ഓം വിപ്രരൂപായേ നമഃ. ആ ബ്രാഹ്മണരുടെ ആത്മജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നവളാണ് ദേവി. ഓം വിശ്വഭ്രമണകാരിണി. വിശ്വഭ്രമണകാരിണി എന്ന് വെച്ചാൽ ഈ വിശ്വത്തെ മുഴുവൻ ഭ്രമിപ്പിക്കുന്നവൾ. അപ്പോൾ ദേവി തൻ്റെ മായ കൊണ്ട് ഈ വിശ്വത്തെ മുഴുവൻ ഭ്രമിപ്പിക്കുകയാണ്. അങ്ങനെ വിശ്വത്തെ മുഴുവൻ ഭ്രമിക്കുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലിരിക്കുന്നത്. എന്നാൽ ദേവിയോട് കൂടുതൽ അടുക്കുന്നവരെ ദേവി വഴികാട്ടി കൊടുക്കും. നമ്മൾ ഈ ദേവിയോട് കൂടുതൽ അടുക്കാത്തത് കൊണ്ടാണ് ഈ മായാപ്രപഞ്ചമാണ് എല്ലാമെന്ന് വിശ്വസിക്കുന്ന നമുക്ക് എന്തോ പറ്റും, എങ്ങോട്ട് പോകണം, എവിടെ പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ ഒരു മായാലോകത്ത് വിട്ടിരിക്കും. എന്നാൽ ദേവിയോട് അടുക്കുന്നവർക്ക്, ദേവിയോട് അടുക്കുന്നവരെ ദേവി ശരിയായ വഴി കാട്ടിക്കൊടുക്കും. ഓം വിശ്വഗ്രാസായേ നമഃ. ഈ വിശ്വം മുഴുവൻ വിഴുങ്ങുന്നവളാണ് ദേവി. ദേവി ഈ വിശ്വം മുഴുവൻ വിഴുങ്ങും. അതായത് നമുക്ക് പ്രളയമൊക്കെ വരുമ്പോൾ അത് മുഴുവൻ ദേവിയാണ് പ്രകൃതിയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വിശ്വം മുഴുവൻ ദേവിയുടെ തന്നെയാണ്. അപ്പോൾ ആ വിശ്വത്തെ മുഴുവൻ ദേവിക്ക് കോപം വന്നാൽ ഈ വിശ്വത്തെ മുഴുവൻ വിഴുങ്ങിക്കളയും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ദേവിയെ ഭക്തിയോടെ, ശുദ്ധിയോടെ, വിശ്വാസത്തോടെ ഉപാസിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ദേവീ പ്രസാദം കിട്ടുകയുള്ളൂ. ദേവിയോട് കൂടുതൽ അടുക്കും തോറും ദേവി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ നാമങ്ങൾ കൊണ്ട് നമ്മൾ കൂടുതൽ ദേവിയെ അറിയുകയാണ്. എല്ലാവർക്കും ദേവിയുടെ ദേവിയുടെ പ്രസാദം
കിട്ടട്ടെ, ദേവീ പ്രസാദം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രീ ലളിത പരമേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.